ടോട്ടൽ ഫോർ യു തട്ടിപ്പു കേസിൽ നടി റോമ മൊഴി നൽകി. കേസിൽ 179 സാക്ഷിയായിട്ടാണ് മൊഴി നൽകിയത്. ടോട്ടൽ ഫോർ യു കമ്പനിയുടെ ആൽബം പുറത്തിറക്കുന്നതിനായി ക്ഷണിച്ചിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്ന് റോമ മൊഴി നൽകി. ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മടങ്ങി. ശബരിനാഥിനെയോ മറ്റ് ടോട്ടൽ ഫോർ യു അംഗങ്ങളെയോ പരിചയമില്ലെന്നും നടിയുടെ മൊഴിയിൽ പറയുന്നു. ടോട്ടൽ ഫോർ യു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി പരിഗണിക്കുന്നത്. സാക്ഷിയായെത്തി മൊഴി നൽകുകയായിരുന്നു. ശബരിനാഥിന്റെ മ്യൂസിക് ആൽബത്തിൽ റോമ അഭിനയിച്ചിരുന്നു. ജനങ്ങളിൽ നിന്നും പറ്റിച്ച പണമെടുത്താണ് ശബരിനാഥ് മ്യൂസിക് ആൽബം നിർമ്മിച്ചത്. ആൽബത്തിൽ ശബരിനാഥും അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്റെ മാനേജറെ വിളിച്ച് തനിക്ക് കൃത്യമായ പ്രതിഫലം നൽകിയതുകൊണ്ടാണ് താൻ അഭിനയിച്ചതെന്ന് റോമ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നടി കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിസ്താരം നടക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി ശബരിനാഥ് നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. നെസ്റ്റ് സൊല്യൂഷൻസ് ജനറൽ മാനേജർ ബിന്ദു മഹേഷ്, സിഡ്കോ മുൻ സീനിയർ മാനേജർ ചന്ദ്രമതി, ശബരിനാഥന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രമോദ് ഐസക്, രാജൻ, ബിന്ദു സുരേഷ്, ക്യാൻവാസിംഗ് ഏജന്റുമാരായ ഹേമലത, ലക്ഷ്മി മോഹൻ തുടങ്ങിയവരാണ് കേസിലെ മറ്റ് പ്രധാന പ്രതികൾ. നിക്ഷേപ തുകയുടെയും കാലാവധിയുടെയും അടിസ്ഥാനത്തിൽ 20 മുതൽ 80% വരെയുള്ള നിക്ഷേപ പദ്ധതികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു തട്ടിപ്പ്. RBI ലൈസൻസ് ഉണ്ട് എന്നുവരെ നിക്ഷേപകരോട് പ്രതി പറഞ്ഞിരുന്നു. കാലാവധി കൂടുന്തോറും വളർച്ചാ നിരക്ക് കൂടുമെന്നും നിക്ഷേപകരെ വിശ്വസിപ്പിച്ചു. ടോട്ടൽ, ഐനെസ്റ്റ്, ടോട്ടൽ ഫോർ യു എന്നീ പേരുകളിലായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ശബരിനാഥ് വീണ്ടും ഒരു അഭിഭാഷകനെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ പോലീസ് ഇന്ന് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. നിലവിൽ 9 കേസുകളിൽ വിചാരണ നേരിടുന്നയാളാണ് ശബരിനാഥ്. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ പണം വാങ്ങി പറ്റിച്ചു എന്നാണ് പരാതി. അഭിഭാഷകനായ സഞ്ജയ് വർമ്മ എന്ന ആളാണ് പരാതി നൽകിയത്. ഓൺലൈൻ ട്രേഡിംഗിനായി തന്റെ കയ്യിൽ നിന്നും 34 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോഴാണ് ശബരിനാഥും സഞ്ജയ് വർമ്മയും പരിചയത്തിലാകുന്നത്. ഇരട്ടി ലാഭം വാഗ്ദാനം ചെയ്താണ് ശബരിനാഥ് അഭിഭാഷകനിൽ നിന്ന് പണം തട്ടിയത്. പലരിൽ നിന്നായിട്ടാണ് അഭിഭാഷകൻ 34 ലക്ഷം രൂപ സ്വരൂപിച്ചത്. അതാണ് തട്ടിയെടുത്തത്. ഇതിൽ അഭിഭാഷകൻ പരാതി നൽകുകയും വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്തായാലും കേരളത്തിൽ ഒരിക്കൽ വലിയ കോളിളക്കത്തിന് വഴിവെച്ച തട്ടിപ്പായിരുന്നു ടോട്ടൽ ഫോർ യു. കോടികളുടെ തട്ടിപ്പ് നടത്തിയതിൽ അന്ന് പ്രതിനായകനായിരുന്നത് വെറും 18 വയസ്സുകാരനായ പയ്യനായിരുന്നു, ശബരിനാഥ്. ഒടുവിൽ ശബരിനാഥിന്റെ വാർത്ത പിന്നെയും മാധ്യമങ്ങളിൽ നിറയുകയാണ്. അതും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ.